അപ്പോൾ ഈ സ്പെഷ്യൽ നീഡ് ചൈൽഡ് വരുന്ന സമയത്ത് അവരുടെ മേജർ കൺസേൺ അവർക്ക് ശേഷം ഈ കുട്ടിയെ ആര് നോക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൊച്ചിനും എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവും, സംതിങ് ചെയ്യാനായിട്ട്. ഒരു നോർമൽ രീതിയിൽ തെറാപ്പി ചെയ്യണമെങ്കിൽ ഒരു 25,000 to 45,000 പെർ മന്ത് എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ ചെലവ് വരും. ആരാണ് കൂട്ടിക്കൊണ്ടിരുന്ന കുട്ടികളെ? 90% വരുന്നത് പേരൻസ് ആണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്. സിബ്ലിങ്സ് എന്ന് പറയുന്ന സംഭവം ഇതിനകത്ത് റെയറാണ്, വളരെ റെയറാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. പക്ഷെ വില്ല് ഒരിക്കലും ഇതിനുള്ള സൊല്യൂഷൻ അല്ല. വില്ല് ഒരിക്കലും ഈ സ്പെഷ്യൽ നീഡ് ചൈൽഡിനുള്ള സൊല്യൂഷൻ അല്ല. നമുക്കൊരു എക്സ്റ്റേണൽ ബോർഡ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഇല്ല, എക്സ്റ്റേണൽ ബോർഡ് ഉണ്ടെങ്കിൽ ഒരിക്കലും അത് എന്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. സക്സഷൻ പ്ലാനിങ് എന്നൊരു കോൺസെപ്റ്റിൽ കഴിഞ്ഞ കുറേയായിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞൊരു 2-3 മാസമായി എനിക്ക് വന്ന എൻക്വയറികളിൽ, ഡിസ്കഷനിൽ ഒരു പർട്ടിക്കുലർ ഫാമിലി, അതായത് പാരൻസിൻ്റെ ഒരു മേജർ കൺസേൺ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ സ്പെഷ്യൽ നീഡ്സ് ചൈൽഡ് ഉണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ നീഡ് ചൈൽഡ് വരുന്ന സമയത്ത് അവരുടെ മേജർ കൺസേൺ അവർക്ക് ശേഷം ഈ കുട്ടിയെ ആര് നോക്കും എന്നുള്ളതാണ്. നമുക്ക് അതിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് അവർക്കുള്ളത് എന്നുള്ളത്. അതിനു മുമ്പ് ഈ സ്പെഷ്യൽ നീഡ് ചൈൽഡ് എന്ന് പറയുമ്പം എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന പേര്, കേരളത്തിൽ ഓർമ്മ വരുന്ന പേര് ഡോക്ടർ അഭിലാഷിൻ്റെയാണ്. വെൽക്കം ഡോക്ടർ അഭിലാഷ്. ഡോക്ടർ അഭിലാഷിനെ എനിക്ക് 3-4 വർഷമായിട്ട് പരിചയമുണ്ട്. കാരണം അദ്ദേഹം ഇയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ അല്ലെ, തൃശ്ശൂരിൽ നടത്തുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ അഭിലാഷ് ജോസഫ്. അപ്പോൾ ഡോക്ടർ സ്ട്രേറ്റ് അവേ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അദ്ദേഹത്തിന് ഒരുപാട്, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ അദ്ദേഹത്തിന് അറിയാൻ പറ്റും. കാരണം അദ്ദേഹം ഇതിൽ മാത്രം കുറെ വർഷങ്ങളായിട്ടല്ലേ ഈ ഒരു വിഷയത്തിൽ മാത്രം ഒരുപാട് റിസർച്ച് നടത്തി ഈ ഒരു മേഖലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. വെൽക്കം ഡോക്ടർ. എനിക്ക് നമ്മുടെ ടോപ്പിക്കിന്റെ പോകുന്നതിന് മുമ്പ് നമുക്ക് എപ്പോഴാണ് ഒരു കുട്ടിയെ നമ്മൾ സ്പെഷ്യൽ നീഡ്, ആ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ നീഡ് റിക്വയർമെന്റ് ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത് കുട്ടിയെ? ഓക്കെ, സാധാരണ എല്ലാ പേരൻസും കാത്തിരിക്കുന്നത് പോലെ തന്നെ എല്ലാ പേരൻസും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ഉണ്ടായതിനു ശേഷം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഇമ്മീഡിയറ്റ് ഡെലിവറിയോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഒരു 3-4 മാസത്തിനുള്ളിൽ ആ പേരന്റ് തിരിച്ചറിയും എൻ്റെ കൊച്ചിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന്. ആ പ്രത്യേകത മനസ്സിലാക്കാനായിട്ട് അവർ ഡെവലപ്മെന്റൽ പീഡിയാട്രിഷനോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റോ മറ്റ് റീഹാബ് സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്ത് പോയി ഇതിൻ്റെ അസസ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി കഴിയുമ്പം അവരതിനെ ഡയഗ്നോസ് ചെയ്ത് കൊച്ചിൻ്റെ പ്രശ്നം ഇന്നതാണെന്ന് പറയുകയും തുടർന്ന് അവർ റീഹാബിലിറ്റേഷൻ സർവീസ് എന്ന് പറയുന്ന റീഹാബിലിറ്റേഷൻ തെറാപ്പികളിലേക്ക് കൊച്ചിനെ നയിക്കുകയും ചെയ്യും. ഏതൊക്കെ കാറ്റഗറിയാണ് ഈ കുട്ടികൾക്ക്, എങ്ങനെ ഏതൊക്കെ കാറ്റഗറികൾ മനസ്സിലാവുന്നത്? കുട്ടികളുടെ മെയിനായിട്ട് വരുന്നത് ഡെവലപ്മെന്റൽ ഡിലേസ് ആണ് ആദ്യമേ വരിക. ഇവരുടെ വളർച്ചയിലുള്ള കുറവുകളാണ് ആദ്യമേ വരിക. സംസാര വൈകല്യങ്ങൾ വരാം, കേൾവിയുടെ, കാഴ്ചയുടെ, അല്ലെങ്കിൽ മോട്ടാർ ഡിസബിലിറ്റി വരാം. ഇതെല്ലാം ഈ പറയുന്ന പോലെ തന്നെ വിത്തിൻ എ ഇയറിൽ നമുക്കെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എയർലി ഇന്റർവെൻഷനും അതിനോടനുബന്ധിച്ചുള്ള തെറാപ്പികൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇഷ്ടംപോലെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്ടം പോലെയുണ്ട്. അവിടെ അവർ തെറാപ്പികൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഈവൻ ഒരു 10 വയസ്സ് വരെയുള്ള കാലയളവിൽ തെറാപ്പികൾക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കൊച്ച് അച്ചീവ് ചെയ്യും. ഡോക്ടർ ശരിക്കും ഏത് ഫീൽഡിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ഡോക്ടർ ആയത് എങ്ങനെയാണ്, ഏതിലാണ് ഡോക്ടർ? ഞാൻ അക്യുപഞ്ചറിലാണ് ഡോക്ടറേറ്റ് എടുത്തേക്കുന്നത്. അത് എൻ്റെ കൊച്ചിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒരു ചൈനീസ് മെഡിസിൻ ഇത് ഒരുപാട് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഉദ്ദേശിച്ചാണ് അതിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഒരു ഹോസ്പിറ്റൽ ഡെവലപ്മെന്റിന്റെ പാതയിലേക്ക് പോയത്. ഡോക്ടറുടെ ഒരു മകൻ ഇങ്ങനത്തെ ഒരു എന്റെ മൂത്ത മോൻ ഡിസേബിൾഡ് ആണ്, അവൻ സെർവർ പാൾസി ആണ്. അപ്പൊ അവനിപ്പം 15 വർഷമായി. അപ്പൊ ഏകദേശം ഒരു 15 വർഷത്തോളം എനിക്ക് ഈ ഫീൽഡിൽ
അങ്ങനെയാണ് ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ മാത്രം ഫോക്കസ് ചെയ്ത് വന്നേക്കുന്നത്. അപ്പം ഡോക്ടർ മകനെയും കൊണ്ട് അപ്പം ഇതിനു വേണ്ടി പോവായിരുന്നു. അതെ 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 അത് ഞങ്ങളെ ഏർലി സ്റ്റേജിൽ ഞങ്ങൾ ഗംഗാറാമിലും ഡൽഹിയിലും അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഒരു പ്രോപ്പർ സൊല്യൂഷന് വേണ്ടി പോയി. അന്ന് കേരളത്തിൽ സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ അന്നൊക്കെ ആയി വരുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് അറിയപ്പെടുന്ന സെന്റേഴ്സോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന വ്യക്തികളോ ഇല്ല. അപ്പൊ ഇതിന് ഡയഗ്നോസ് ചെയ്യാൻ തന്നെ നമ്മൾ ഒന്നെങ്കിൽ എന്നാ പറയാ, അന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന ഗംഗാറാമായിരുന്നു ഡൽഹിയിൽ. അപ്പൊ അവിടെ പോയി അവിടെ ഒരു 1 year അവിടെ തെറാപ്പി ചെയ്തു. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ വന്നിട്ട് നമുക്കൊരു നല്ലൊരു സ്ഥലം ഫൈൻഡ് ഔട്ട് ചെയ്യാനില്ല. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഒരു സംതിങ്, ആരുടെ ജനനത്തിന് ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ കൊച്ചിനും എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവും സംതിങ് ചെയ്യാനായിട്ട്. അപ്പൊ അവനോട് ഒന്നിച്ച് ജീവിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ഈ യാത്ര തുടർന്നതും. പിന്നെ നമ്മളൊരു ചെറിയൊരു തെറാപ്പി സെന്റർ ഡെവലപ്പ് ചെയ്യും. അവിടെ ഫിസിയോ, സ്പീച്ച്, OT ഇവരെ വെച്ച് മെല്ലെ തുടങ്ങി. അത് കഴിഞ്ഞ് മെല്ലെ ഒരു 10 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന പോലെ ഒരു റീഹാബ് റിസർച്ച് സെന്റർ എന്നുള്ള മകനാണ് ഇയാൻ എന്നുള്ളത്. അപ്പം ആസ് എ പേരന്റ് എന്നുള്ള രീതിയിലും നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിലും നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഒരുപാട് പേരൻസ് നമ്മുടെ അടുത്ത് വരുന്നതാണ്. സാറ് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ. ഞങ്ങളുടെ എന്താണ് അവരുടെ പ്രശ്നം? ശരിക്കും അവരുടെ ഒരു കുട്ടീനെ ആദ്യത്തെ ഒരു 10 വയസ്സ് വരെ കൊണ്ടുവരുന്ന സമയത്ത് പാരന്റ്സിന്റെ 10 വയസ്സ് വരെയും ഉള്ള ഒരു സമയത്ത് എല്ലാ പേരന്റിന്റെയും ഉള്ളിലെ ആഗ്രഹം ഈ കൊച്ചിന്റെ അസുഖം മാറും എന്നുള്ളതാണ്. 100% ഇവൻ നോർമൽ ആവും, അത് കഴിഞ്ഞ് നോർമൽ കുട്ടികളെ പോലെ ജീവിച്ചു വരുമെന്നുള്ള അവരുടെ ആഗ്രഹമാണ്. അത് കഴിയുമ്പോഴാണ് അവർ അതിന് തെറാപ്പി ഹെൽപ്പ് ചെയ്യുന്നത്. തെറാപ്പി ഒരു എന്താ പറയുന്നത് ഒരു 100% സപ്പോർട്ട് ചെയ്യും. കാരണം വൺസ് ബ്രെയിൻ ഇഞ്ചുറി വന്നത് റീജനറേഷൻ നടക്കിയല്ല. പക്ഷെ ഉള്ള എബിലിറ്റിനെ ഇമ്പ്രൂവ് ചെയ്ത് അവർ 100% എന്നാ പറയുന്നത് ഇമ്പ്രൂവ്മെന്റ്സിലേക്ക് വരും. അസുഖം മാറും എന്നുള്ളതല്ല, പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് ഒരു പരിധി വരെ നോർമൽ ലൈഫിലേക്ക് അവർക്ക് പോകാനും പറ്റും. പക്ഷെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള തെറാപ്പി ടീമിന്റെ കയ്യിൽ വേണം ഈ കൊച്ചിനെ കിട്ടാനായിട്ട്. തുടക്കത്തിലെ എക്സ്പേർട്ടായ ആൾക്കാരുടെ കയ്യിൽ അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് കൊച്ചു മാറുള്ളൂ. അത് ഒരുപാട് എക്സ്പെൻസീവ് ആണ്, ഒരുപാട് എന്നാ പറയുന്നത് ചെലവേറിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ നാട്ടില്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 10 വയസ്സിന് ശേഷം എന്ന് പറയുമ്പോൾ പിന്നെ സ്കൂളിംഗ് തുടങ്ങും. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംവിധാനത്തിലേക്ക് കൊച്ചു മാറും. പിന്നെ ഒരു 15-18 വയസ്സ് വരെയും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലായിരിക്കും കൊച്ചുണ്ടാവുക നോർമലി. അത് കഴിഞ്ഞ് അവർ വൊക്കേഷണൽ ട്രെയിനിങ്ങിലേക്ക് പോകും. വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് ഉദ്ദേശിച്ച് അതിന്റെ ഒരു മൂല കാരണം നമ്മുടെ കാലശേഷം കൊച്ചുങ്ങൾ എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കേണ്ടേ എന്ന് കരുതിയാണ് ഓരോ പേരൻസും വൊക്കേഷണൽ ട്രെയിനിങ്ങിന് ഇവരെ അയക്കുക. അവരെ എൻഗേജ്ഡ് ആക്കാനും അവരുടെ എല്ലാം സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ വരുമ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഈ വൊക്കേഷണൽ ട്രെയിനിങ് ഉപകാരപ്പെടുള്ളൂ. കാരണം ഇവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എവിടെ നമ്മൾ സെല്ല് ചെയ്യും, ആരും ഇത് വാങ്ങിക്കും? ഇവരൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവരെടുക്കുന്ന ടൈം, ആ ടൈം നമുക്ക് പേയബിൾ ആകിയല്ല എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പെൻസീവ് ആയി, കൊമേഴ്ഷ്യലി വയബിൾ അല്ല. അപ്പൊ ഇത് മേടിക്കാൻ ആളില്ല, ഇതിന് മാർക്കറ്റും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വൊക്കേഷണൽ ട്രെയിനിങ് ഒരു പരിധി വരെ ഫെയിലിയർ ആണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്കില്ല് ഇൻഡിവിജ്വൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നല്ലാതെ ഇതുകൊണ്ടൊരു വരുമാന സ്രോതസ്സിലേക്ക് അവർക്ക് എത്താൻ പറ്റിയല്ല. അപ്പൊ അതിനാണ് നമ്മൾ ചെയ്യാനാണെങ്കിലും ഫോക്കസ് ചെയ്യുന്നത്. ഇവർക്ക് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ മസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പൽസറി ജോബ് ഫോർ എവരി. ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ തെറാപ്പി എന്ന് പറയുന്നത് ഇത് ശരിക്കും ലൈഫ് ലോങ് ആണോ? ലൈഫ് ലോങ് ആണ് ആക്ച്വലി വേണ്ടത്. സീരിയസ്ലി നമ്മൾ ഒരു കൊച്ചിന് റീഹാബ് സ്റ്റാർട്ട് ചെയ്താൽ ടിൽ ദ എൻഡ് ഓഫ് ലൈഫ് വരെ ഈ തെറാപ്പികൾ പോകണം. ബിറ്റ്വീൻ സ്റ്റോപ്പ് ആവുന്നതനുസരിച്ച് നമ്മൾ പറയുന്നത് ഇപ്പം നമ്മളിപ്പോ നോർമൽ ഒരു കുട്ടി പഠനം തുടങ്ങി, അവര് പ്രീ സ്കൂളും പ്രൈമറിയും എല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന എന്താ പറയുന്ന ഡിഗ്രി ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ അവൻ പഠിത്തം നിർത്തുവാണ്, അല്ലെങ്കിൽ അവൻ്റെ ജോബിലേക്ക് കയറിയിട്ടില്ല, അല്ലെങ്കിൽ അവൻ ജോലി തുടങ്ങിയിട്ടില്ല, പഠിത്തം നിർത്തി കഴിഞ്ഞാൽ അതേ അവസ്ഥ തന്നെയാണ് ഈ കൊച്ചിനുണ്ടാവുക. ആള് പെട്ടെന്ന് ഡൗൺ ആയി, വീട്ടിൽ ഒന്നിനും കൊള്ളാത്ത ഒരാളെന്നുള്ള രീതിയിലേക്ക് മൈൻഡ് സെൽഫ് എസ്റ്റീം ഡൗൺ ആയി പോകും. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റീഹാബ് കണ്ടിന്യൂ കൊടുത്തോണ്ടിരുന്നത് ഇവന്റെ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യും. ഇവനും നാളെ ഒരു പോസിബിലിറ്റിയെ കുറിച്ചുള്ള തോട്ട് ഇവന്റെ മനസ്സിൽ വരികയും ഇവന്റെ റെസ്പെക്ട്, മറ്റുള്ളവർ ഇവനെ റെസ്പെക്ട് ചെയ്യുന്ന, ഇതെല്ലാം ഈ ഒരു സോഷ്യൽ ലൈഫ് എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇവന് അത്യാവശ്യമാണ്, ഇവന്റെ മരണം വരെയും ഇവന് ആസ് എ പേഴ്സൺ ആയിട്ട് ജീവിക്കാനായിട്ട്. ഇത് നോർമലി നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാരണം ഒരു 18 yearsോട് കൂടി ഇതെല്ലാം കഴിയും. എന്ത് കോസ്റ്റ് വരും ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ? ട്രീറ്റ്മെന്റ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കൊരു എന്നാ പറയാ, ഒരു നോർമൽ രീതിയിൽ തെറാപ്പി ചെയ്യണമെങ്കിൽ ഒരു 25,000 to 45,000 പെർ മന്ത് എന്നുള്ള രീതിയിൽ ചെലവ് വരും.
അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ടീവ് മെഷേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ ഗവൺമെന്റ് തരുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള തെറാപ്പികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ വഴി. എല്ലാ ഹോസ്പിറ്റലും ഉണ്ട്? എല്ലാ ഹോസ്പിറ്റലും ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലുണ്ട്. അതോടൊപ്പം തന്നെ BRC DRC. എന്താണ് BRC എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് റിസോഴ്സ് സെന്റർ. അതുപോലെ തന്നെ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ഉണ്ട്. ഇതെല്ലാം എവിടെയൊക്കെയാണുള്ളത്? എല്ലായിടത്തും ഉണ്ട്, എല്ലാ ബ്ലോക്കിലും ഉണ്ടാവും, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടാവും. അപ്പൊ തെറാപ്പിസ്റ്റും ഉണ്ടാവും? തെറാപ്പിസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് വീടുകളിൽ വന്ന് തെറാപ്പി ചെയ്യുന്ന സംവിധാനമുണ്ട് ഗവൺമെന്റിന്. ഒരു ആഴ്ചയിൽ 1-2 ദിവസം തെറാപ്പിസ്റ്റ് വീട്ടിൽ വന്നിട്ട് തെറാപ്പി കൊടുക്കുന്നതുണ്ട്. അതല്ലെങ്കിൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഫ്രീ ഉണ്ട്, എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഫ്രീ ഉണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് ചെയ്യുന്ന ഒരുപാട് സപ്പോർട്ടീവ് മെഷേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഇവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ്. പിന്നെ ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്നുണ്ട്? ഉണ്ട്. അതൊരു എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട്. എല്ലാ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് 40% മേളിൽ ഡിസബിലിറ്റി ഉള്ള എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും നമ്മുടെ പൗരത്വ എന്നാ പറയുന്നത് ഓരോ സിറ്റിസനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അവരെ നോക്കുന്നവർക്കും ഉണ്ട്. ശരിക്കും അപ്പൊ ഇത് കുട്ടിയെ നോക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനാണോ? കുട്ടി അൾട്ടിമേറ്റ് ലാസ്റ്റ് വരുമ്പം അത് ഗവൺമെന്റ് തന്നെയാണ്. നമ്മളെല്ലാവരും, ഈവൻ നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഗവൺമെന്റ് പല രീതിയിലും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. നമ്മുടെ ഗവൺമെന്റിന്റെ അസറ്റ് ആണല്ലോ. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളും ഗവൺമെന്റിന്റെ അസറ്റാണ്. അപ്പൊ ഇവരെ മാക്സിമം നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉണ്ട്. ഇവരുടെ ഒരു ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ്. ജില്ലാ കളക്ടറാണ് നമ്മുടെ എല്ലാ കുട്ടികളുടെയും, ഈ എസ്പെഷ്യലി സ്പെഷ്യൽ നീഡ് ചിൽഡ്രന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് കളക്ടറെ അപ്രോച്ച് ചെയ്യാം. കളക്ടർ അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരും. പിന്നെ ഈ 18 വയസ്സിന് ശേഷം വൊക്കേഷണൽ ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പ്ലേസ്മെന്റിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ലിബറൽ ആയിട്ട് സംസാരിക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാ ഫേമിലും നമുക്ക് ആകെ 2.5% ഡിസേബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ ഉള്ളൂ, ടോട്ടൽ പോപ്പുലേഷന്റെ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷന്റെ അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അറൗണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു 8 ലക്ഷം പേര് അല്ലെങ്കിൽ 9 ലക്ഷം പേര്, അത്രയും പേര് ഡിസേബിൾ ആയിട്ടുള്ളൂ. 9 ലക്ഷം പേര് ഡിസേബിൾഡ് ആണ് കേരളത്തില്. അതിന്റെ ഒരു പോസിറ്റീവ് സൈഡിൽ നമ്മൾ പറയുമ്പോൾ 8 ലക്ഷം പേരെ ഉള്ളൂ എന്ന് വേണം പറയാം. ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു 100 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു ഫേം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരാളെ പ്ലേസ് ചെയ്യുക, ഒരു ഡിസേബിൾ ആയിട്ടുള്ള കുട്ടീനെ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വ്യക്തിനെ പ്ലേസ് ചെയ്യുക. ആ കൊടുക്കുന്ന സാലറിയിൽ അവരുടെ പെർഫോമൻസ് വാല്യൂ ചെയ്യണ്ട, അതങ്ങ് കൊടുത്തേക്കുക. അതാണ് നമ്മുടെ ഈ പറയുന്ന എന്നാ പറയുക, നമ്മുടെ ഒരു പെർസെൻറ്റേജ് കൊടുക്കുക എന്ന് പറയില്ല, CSR ഫണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഓരോ വ്യക്തി അവന്റെ എബിലിറ്റിയുടെ ഒരു പെർസെൻറ്റേജ്, എബിലിറ്റി കുറഞ്ഞ ഒരാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. കുട്ടി ഒരു ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ്, ആ കുട്ടിക്ക് ഒരു തരം കോംപ്ലക്സ് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഇതെന്നെ കേസ് വെച്ചാൽ കോംപ്ലക്സ് വരാൻ സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇവർക്കതൊരു ഒരു എന്താ പറയുക എൻകറേജ്മെന്റ് ആവുകയുള്ളൂ. ഒരു നോർമൽ പോപ്പുലേഷനിലേക്ക് ഇല്ലില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് വേറൊരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇവർ ഓൾറെഡി ഇത് എക്സ്പീരിയൻസ് ആയ ഒരാൾക്ക്, നമ്മള് സ്വന്തമായി ജീവിച്ചൊരു വ്യക്തിനെ കൂട്ടിലിട്ടാലേ അവന് വിഷമം വരുള്ളൂ. ഓൾറെഡി ലിമിറ്റേഷൻസ് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഫ്രീഡം കിട്ടുമ്പം അത് അവൻ എൻജോയ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ കൂടെയുള്ള ആൾക്കാർ അവനെ ഇത് ചെയ്യരുത്, അവനെ എന്നാ പറയാ മോശം ആയിട്ട് അവനെ ചിത്രീകരിക്കരുത്. അവനെ എൻകറേജ് ചെയ്യണം. അവന്റെ കുഞ്ഞു അച്ചീവ്മെന്റ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അവനെ ഗിഫ്റ്റ് ചെയ്യണം. അവനെ നമ്മുടെ മെയിൻ പരിപാടികളിലൊക്കെ അവന് മെയിൻ ആളായിട്ട് ഇത് കൊണ്ടു നടക്കണം. ഡോക്ടർ, ആക്ച്വലി ഇതൊരു വലിയൊരു മെസ്സേജ് ആണ്. കുറേ ബിസിനസ് ക്ലയൻസ് ഉണ്ട് കേരളത്തിൽ. ഞാൻ എല്ലാ ക്ലയന്റിനോടും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഒരു HR പോളിസിന്റെ സിസ്റ്റത്തിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മളെ സിസ്റ്റത്തിന്റെ അകത്ത് പെർഫോമൻസ് നോക്കാതെ ഒരു ജോലി കൊടുക്കണം എന്നുള്ളത് അല്ലെ. അത് കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം നമ്മുടെ നാട്ടിലുള്ളൂ. ഉറപ്പായിട്ടും ഇത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. കാരണം ഇന്നറിയാം, ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗൾഫിലെ റിച്ചസ്റ്റ് ഇന്ത്യൻസിന്റെ ലിസ്റ്റില് 5 പേര് മലയാളികളാണ്. ഈ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്ത ന്യൂസിൽ ഞാൻ കണ്ടതാണ്. 5 പേര് മലയാളികളാണ്. അത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കേരളത്തിൽ ജീവിക്കുമ്പം ഒരു പോർഷനിലെ ആൾക്കാർ വളരെ ദാരിദ്ര്യത്തിൽ, ഈ ഡിസബിലിറ്റി വരുമ്പോൾ തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത ഒരു ചരടും കൊണ്ട് നമ്മളെ കെട്ടിയിട്ട പോലെയാണ്. നമുക്കിത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ഏർലി സ്റ്റേജിൽ ആദ്യത്തെ കുട്ടി തന്നെ ഡിസേബിൾ ആയിട്ട് ജനിക്കുമ്പം ആ അച്ഛനും അമ്മയും ബന്ധിക്കപ്പെട്ടു പോവുക. ഒരു കാര്യം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല,
ഇമോഷണലി തകരുന്നു, സാമ്പത്തികമായിട്ട് തകരുന്നു, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇവരെ സപ്പോർട്ട് ചെയ്യാനൊരു സൊല്യൂഷനോ ഒരു കൗൺസിലിംഗ് സെന്ററോ അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ഇവിടെ എത്താം, അതിന് ഇങ്ങനെയാണ് സഞ്ചരിക്കേണ്ടതെന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അടുത്ത കുട്ടികൾക്കും അതേ ബുദ്ധിമുട്ട്. ഇപ്പൊ ഡോക്ടറുടെ മൂത്ത കുട്ടിയാണല്ലോ അല്ലെ? അതെ അതെ. ബാക്കി കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് ഹെറിഡിറ്ററി അനുസരിച്ച് അതിനൊക്കെ നമുക്ക് സിസ്റ്റം ഉണ്ട് ഇപ്പം. അതൊക്കെ അങ്ങനെ ഇനിയും രണ്ടാമത്തെ കുട്ടിക്കും ഡിസബിലിറ്റി വരുമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുക. അങ്ങനെ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്താനുള്ള മെഡിക്കൽ. അല്ല, ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. ആ 2 കുട്ടികളും ഇതേ ഫാമിലി തന്നെയല്ലോ? അതെ അതെ. ചരട് കൊണ്ട് അവരെല്ലാവരും ബന്ധിക്കപ്പെടും. അവരും ബന്ധിക്കപ്പെടും. കാരണം അവർക്കൊന്നും എപ്പോഴും ഈ പറയുന്ന എന്നാ ടൂർ പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള ഫാമിലി ഫ്രണ്ട്സിന്റെ കൂടെ സിനിമയ്ക്ക് പോകാനോ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും ചിലപ്പോൾ നടക്കാണ്ട് വരുമ്പോൾ ആ സിബ്ലിങ്സ് എന്ത് ചെയ്യും? ഈ കൊച്ചു കാരണമല്ലേ ഞങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടെ, അല്ലെങ്കിൽ ഈ അച്ഛനും അമ്മയും അവനെ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലേ, അത് ഫ്യൂച്ചറിലേക്ക് വളർന്നു വരുമ്പം ഒരു പക്ഷെ ദേഷ്യമായിട്ട് വരാം. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇത് പല കേസുകളിലും ഇവരാരും ഇത് തുറന്നു പറയത്തില്ല. നമ്മൾ ഇല്ലാണ്ട് വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കുള്ളൂ. നമ്മുടെ പേരന്റ് ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും ഒരു സിബ്ലിങ്സും ആരോടും പറയാൻ. പക്ഷെ നമ്മുടെ കാലശേഷം വരുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ വരിക. ആര് ഇവനെ നോക്കും എന്നുള്ള ചോദ്യം വരുമ്പോൾ, അല്ലെങ്കിൽ എന്റെ മൂത്തമോൻ നോക്കും അല്ലെ ഇളയമോൻ നോക്കും എന്ന് പറഞ്ഞാൽ, പക്ഷെ ഈ ഇളയമേന് ചെറുപ്പകാലത്ത് ഇവൻ കാരണം പല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടാവും. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് പറ്റുന്ന സമയത്ത് ഇവനെ ചിലപ്പോൾ കെയറിങ്ങിൽ കുറയും. അല്ലെങ്കിൽ ഇപ്പം മകൻ സംഭവിച്ചാൽ തന്നെ കല്യാണം കഴിച്ചു വരുന്ന കുട്ടി ചിലപ്പോൾ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. ഇവർ രണ്ടുപേരും സംഭവിച്ചാൽ അവർക്കുണ്ടാകുന്ന മക്കൾ ചിലപ്പോൾ അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റേണൽ ബോഡി ഓഡിറ്റിംഗ് സിസ്റ്റം ഇവർക്ക് വേണ്ടി വരണം. ഇപ്പം ഈ കുട്ടികൾ ഇപ്പം ഡോക്ടറുടെ അടുത്ത് ഒരുപാട് റീഹാബിലേഷൻ സെന്ററിൽ ഒരുപാട് ആൾക്കാർ വരുന്നത് പാരന്റ്സ് ആണോ വരുന്നത്, സിബ്ലിങ്സ് ആണോ വരുന്നത്? ആരാണ് കൂട്ടിക്കൊണ്ടിരുന്ന കുട്ടികളെ? 90% വരുന്നത് പേരൻസ് ആണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്. സിബ്ലിങ്സ് എന്ന് പറയുന്ന സംഭവം ഇതിനകത്ത് റെയറാണ്, വളരെ റെയറാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറയുള്ളൂ. നമുക്ക് ഓൾറെഡി ഒരു ബേർഡൻ നമ്മൾ ജീവിച്ചു തീർത്തു, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ അടുത്ത കുട്ടിക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മളോട് കൂടി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അത് അതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. കാരണം എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നു, എല്ലാവർക്കും അവരുടേതായ വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരും ഒരു കരിയറിനെയും കൂടി നമ്മൾ നശിപ്പിക്കരുത്. അതാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സിസ്റ്റം വേണം. എന്നോട് ഡോക്ടർ പണ്ടൊരിക്കൽ പറഞ്ഞു, നമ്മള് പ്രൊജക്റ്റുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെനിക്ക് എപ്പോഴും ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. നമുക്ക് ഈ സ്പെഷ്യൽ നീഡ് ചൈൽഡ് എന്ന് പറയാന്നല്ലാണ്ട് ഈ ചൈൽഡിന് 40 വയസ്സായി കഴിഞ്ഞാലും ഇയാളെ ടേക്ക് കെയർ ചെയ്യേണ്ട പാരന്റ്സിന് അതിനെക്കാട്ടും ഏജിലാവും. അവര് ഭയങ്കര വീക്കാവും. ഷെയർ ചെയ്യാൻ പറ്റും, എനിക്കത് ഓർമ്മയുണ്ട്. അല്ല, ഇത് ഞാൻ പറഞ്ഞത് നമുക്ക് ഞാനിപ്പോ ഇതിന്റെ പുറകെ എന്നാ പറഞ്ഞത്, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ഏത് ലോകത്ത് വിളിച്ചാലും ഞാൻ പോകും. നമുക്ക് അതിന് സമയമില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. കാരണം നമുക്ക് ആരോഗ്യമുള്ളപ്പോഴോ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമ്പോഴോ നമുക്ക് ഇടപെടാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിന് ശക്തിയുള്ള സമയത്തെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസ് മാത്രം വിചാരിച്ച തീരുന്ന പ്രശ്നം നമുക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇമ്മൻസീവ് റിച്ച് ആണ്. ഈ പറയുന്ന 2.5 ഒരു 5% ആൾക്കാർ ഇമ്മൻസീവ് റിച്ച് ആണ്. ഈ 0.5 സപ്പോർട്ട് ഉണ്ടെങ്കിൽ ബാക്കി 2% സുഖമായിട്ട് പറ്റും. അവർക്ക് അവരുടെ പ്രോബ്ലംസിൽ നിന്ന് അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മള് പ്രായം കൂടുന്തോറും നമ്മുടെ മനോവീര്യം നഷ്ടപ്പെടും, നമ്മുടെ ശാരീരിക ലിമിറ്റേഷൻസ് അല്ലെ ഫിസിക്കൽ ലിമിറ്റേഷൻസ് കൂടും. അപ്പൊ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനോ എടുക്കാനോ പറ്റില്ല. അപ്പം വീട്ടില് നമ്മുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നേരത്തെ കുഞ്ഞായിരുന്നു, അതിനെ ആർക്ക് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാം. വലുതായി കഴിയുമ്പം ഇപ്പം പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് ചിന്തിക്കുകയേ പറ്റിയല്ല. എന്തുകൊണ്ടാണ്? പെൺകുട്ടിയാവുമ്പം ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഈ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടി പ്രഗ്നന്റ് ആയ എന്ത് ചെയ്യും? ഈ ഡിസേബിൾഡ് ആയ കുട്ടികൾ കല്യാണം കഴിക്കുന്നുണ്ടല്ലേ? കല്യാണം കഴിക്കുന്നതിന്റെ അല്ല, കല്യാണം കഴിച്ച് പ്രഗ്നന്റ് ആകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു പ്രായപൂർത്തിയായ ഒരു പെൺകൊച്ചുള്ള ഒരു പേരന്റ് ആണെങ്കിൽ ഈ കൊച്ചിനെ തനിച്ച് വീട്ടിലാക്കിയിട്ട് എങ്ങനെ പോകും? എങ്ങനെ ജോലിക്കോ? ഈ കുഞ്ഞായിരുന്നപ്പം അവർ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ തെറാപ്പി കഴിഞ്ഞ് കൊച്ചു റെഡി ആകുമ്പോഴെങ്കിലും ജോലിക്ക് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്. അപ്പോഴും പറ്റത്തില്ല, കൊച്ചു വളരുന്നു, ഡിസബിലിറ്റി മാറുന്നില്ല. അപ്പൊ ഈ കൊച്ചിനെ വീട്ടിൽ തനിച്ചാക്കാൻ പറ്റിയല്ല, വേറെ സ്ഥലത്ത് കൊണ്ടാക്കാൻ പറ്റിയല്ല, ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കൊച്ചിന് അത് പറയാൻ പറ്റില്ല. ആരെങ്കിലും മിസ്യൂസ് ചെയ്താലോ എന്തെങ്കിലും ചെയ്താൽ കൊച്ചിനത് വെർബലി നമ്മളോട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊരു സേഫ് അല്ല അങ്ങനെയുള്ള കുട്ടികൾ. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരുടെ ഇതില്. ആൺകുട്ടികളായാലും അത് തന്നെ. പിന്നെ ഇവരുടെ കുളിപ്പീര്, ഇവരുടെ ഫുഡിങ്, ഇവരുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്.
അതിന് നമ്മളെപ്പോഴും 100% ടൈമും ഈ കൊച്ചുങ്ങൾക്ക് വേണ്ടി വീട്ടിൽ കൊടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഫെസിലിറ്റി ഉണ്ടാക്കാൻ പറ്റണം. നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇന്ന് കേരളത്തിൽ കൊടുക്കണമെങ്കിൽ ഒരു സെർവർ പാൾസി ഉള്ള ഒരു കുട്ടിക്ക് ഒരു 20 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. ആ 20 വയസ്സുള്ള കുട്ടിക്ക് ഒരു 2 പേര് വേണം നോക്കാൻ. കാരണം അപ്പൊ ഒന്ന് അവന്റെ വെയിറ്റ്, ഇപ്പൊ എന്റെ കൊച്ചിനനുസരിച്ചാണ് ഒരു 30 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ ഇവന് ടോയ്ലറ്റ് പോണ്ടേ, ടോയ്ലറ്റ് ഇവനെ എടുത്തിട്ട് കൊണ്ടുപോകണം, വാഷ് ചെയ്യണം, കുളിപ്പിക്കണം, പല്ല് തേപ്പിക്കണം, ഷർട്ട് ഇടണം. അപ്പൊ മോർണിംഗ് ഷിഫ്റ്റിൽ ഒരാളെ ഇരുത്തിയാൽ ഈവനിങ്ങിലും ഒരാളെ കൊണ്ട് തന്നെ പറ്റിയല്ല, എന്നാലും സപ്പോർട്ടീവായിട്ട് 4 പേരൊക്കെ വേണ്ടി വരും. റിയലി ആരെ എത്രയും കഷ്ടപ്പെട്ട് ഒരു സർവീസിന് വരിക. അപ്പൊ അവർക്ക് എത്ര നമ്മൾ പേ കൊടുക്കും? മിനിമം ഇന്ന് 20,000 രൂപ വെച്ച് കൊടുത്താൽ തന്നെ 4 പേരാകുമ്പോഴത്തേനും പൈസ എത്രയായി? അത്രയും പേ ചെയ്യാൻ മന്ത്ലി ഇൻകം ആ പേരന്റിന് എത്ര ഉണ്ടാകണം? ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാൻ എഫേർട്ട് ഉണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഈ തെറാപ്പി സെന്ററുകളിലൊക്കെ വരുന്ന ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ എന്ന് പറയുന്നത്. എപ്പോഴും ഇത് മാൻ പവർ ഉപയോഗിച്ചാണല്ലോ ചെയ്യുക. ലിമിറ്റഡ് ആണ് ഇത്ര തെറാപ്പി, അതിന്റെ ഫീസ്. അതുകൊണ്ടാണ് ഫീസ് ഹൈ ആകുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ പ്രൈവറ്റ് തെറാപ്പി സെന്ററിന് ഗവൺമെന്റ് സപ്പോർട്ടുകളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇത് അഫോർഡബിൾ ആകാണ്ട് വരുന്നത്. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 70-80 വയസ്സുള്ള പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു കുട്ടീനെ മാനേജ് ചെയ്യാൻ ഒന്നുമില്ല. അപ്പോഴെന്നാ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഫിസിക്കലിയും വീക്കാവും, മെന്റലിയും വീക്കാവും. ഈ പറ്റാത്തതുകൊണ്ട് കൊച്ചു അവിടെ കിടക്കുവാണ്, അവനൊന്ന് തിരിച്ചു കിടത്താൻ ഈ അച്ഛനും അമ്മയ്ക്കും പറ്റുന്നില്ല. അപ്പൊ ആ സിബിലിങ്സ് ആരെങ്കിലും വരണം വൈകുന്നേരം വീട്ടിലേക്ക്, അവൻ എത്തിയിട്ട് വേണം അവനെ ഒന്ന് തിരിച്ചു കിടത്തുക. അല്ലെങ്കിൽ ഇച്ചിരി ഈ കൊച്ച് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത്, അല്ലെങ്കിൽ കഫ് വായി വന്നിട്ട് അതൊന്ന് തുപ്പാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത്, മോഷൻ പാസ് ചെയ്തിട്ട് അത് മാറ്റാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഒരു പേരന്റ് എത്രത്തോളം വിഷമത്തോടെയാണ് അതിനെ നോക്കി കാണുന്നത്. അപ്പം ഇത് റിയൽ സ്റ്റോറി. നമുക്കൊക്കെ ഞാൻ ക്രിസ്മസിനൊക്കെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോകും ഈ കുട്ടികളുടെ വീടുകളിൽ, ഹോം വിസിറ്റ് എന്നുള്ള രീതിയിൽ. അവിടെ പോകുമ്പോൾ ചില കുട്ടികളൊക്കെ ഒരു കസേര തന്നെ ജീവിക്കുന്നുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഒരു ഫൈബർ കസേരയുടെ ഉള്ളിൽ ചുരുണ്ട് ഒരു 28 വയസ്സുള്ള ഒരു പെൺകുട്ടി. അത്ര ഉള്ളൂ, സൈസും അത്ര ഉള്ളൂ. കാരണം ഈ കൊച്ചിനെ കസേരയിൽ ഇരുത്തി ഇവരിങ്ങനെ പണിക്ക് പോയി, കൂലിപ്പണിക്ക് പോയി ആ കൊച്ചിന്റെ വളർച്ച ആ കസേര പോലെയായി. ചിലർ കെട്ടിയിടുന്നവരുണ്ടാവും. അങ്ങനെ ഒരുപാട് സീരിയസ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർ അതിനകത്തേക്ക് റിയലായിട്ട് ഇറങ്ങി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാവുന്ന കാര്യം. നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതിന്റെ ഒരു അംശം നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്താണ്. ഇത് തന്നെയായിരുന്നു മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് എനിക്കൊരു 10-15 പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സക്സഷൻ പ്ലാനിങ്ങിന്റെ ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തിട്ട് അവരെല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരൊറ്റ കൺസേൺ, ആര് നോക്കും ശേഷം, എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ, എന്താണ് ഇതിന്റെ സിസ്റ്റം എന്താണെന്ന്. അതിന് കുറെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മള് ആൾക്കാർ ചോദിക്കും, ബില്ല് എഴുതണോ, ട്രസ്റ്റ് വേണോ. അങ്ങനെയാണ് ഞാൻ ഡോക്ടറോട് സംസാരിച്ചത്. ഇതിനകത്ത് എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ പ്ലാനും ഉണ്ട് അങ്ങനെ നമുക്ക് ഇയാന്റെ ഒരു റിഹാബ് ഫെസിലിറ്റി അൾട്ടിമേറ്റ് ഇയാൻ പാരഡൈസ് എന്നും പറഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്യാം. നമ്മളന്ന് ഡിസ്കസ് ചെയ്ത സംഭവം. അപ്പൊ അവിടെ വരുമ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൊച്ചിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം, കൊച്ചിന്റെ പേരൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം, ഇവരുടെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ഇവരെയും ഏർലി സ്റ്റേജിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. അവരുടെ ഒരു റെസിഡൻഷ്യൽ റീഹാബ് സെറ്റപ്പ് ഡെവലപ്പ് ചെയ്യുക. അവരുടെ മരണം വരെ അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. ഈവൻ പേരന്റിന്റെ കാലശേഷമാണെങ്കിലും കൊച്ചിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന ഒരു റീഹാബ് ഫെസിലിറ്റി. അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ഒരു സിമിലർ ഫെസിലിറ്റി ഇപ്പൊ ഉണ്ടോ കേരളത്തിൽ? ഇല്ല, കേരളത്തിലും ഇല്ല, ഇന്ത്യയിലും ഇല്ല. കാരണം ഇത് ഒന്നാമത്തെ കേസ്, ഇത് ആസ് എ ഒരു നോർമൽ ബിസിനസ് പോലെ റൺ ചെയ്യാനോ ഒരു നോർമൽ ഹോസ്പിറ്റൽ പോലെ റൺ ചെയ്യാനോ പറ്റത്തില്ല. ഇത് അത്രയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള ഉത്തരവാദിത്വം ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊച്ചിന്റെ ജീവിതം മൊത്തം ഏറ്റെടുക്കുമല്ലേ, അല്ലാതെ ഒരു സർജറി ചെയ്ത് അസുഖം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാന്നല്ലല്ലോ പറയുന്നത്. അപ്പൊ ഈ കൊച്ചിനെ മൊത്തത്തോടെ ഏറ്റെടുക്കുമ്പം ഇതിന് അത്രയ്ക്കും വില്ലായിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്കും മനസ്സുള്ള ഇൻവെസ്റ്റേഴ്സ് വരണം, അല്ലെങ്കിൽ അത്രയ്ക്കും ഫണ്ട് ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വേണം. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ പ്രൊജക്ടുകൾ നടക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇത് നടത്തിക്കൊണ്ട് പോകാൻ അത്രയ്ക്കും എന്നാ പറയുന്നത് കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള ഒരു ടീം വേണം, അല്ലെങ്കിൽ ഇതെല്ലാം നടക്കുകയില്ല. അപ്പൊ ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റ്, അതാണ് നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ വന്ന എനിക്കും രജിസ്റ്റർ ആയ ആ സംഭവം, ഇപ്പൊ സാറ് ചെയ്യാൻ പോകുന്ന സംഭവം, അത് മസ്റ്റാണ്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 2 CR എങ്കിലും ഇവർക്ക് വേണ്ടി വരും.
ഒരു കൊച്ചിനെ സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ. ഒരു കുട്ടിയുടെ മന്ത്ലി ചെലവ് എത്ര വരുന്നുണ്ടോ? മന്ത്ലി ചെലവ് നമ്മളിപ്പം ലൈഫ് ടൈം സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു മാസം ഒരു 45 ഒരു സെന്റർ അല്ലാതെ നോർമലി അതാ ഞാൻ പറഞ്ഞത്. പാരന്റ്സ് നോക്കണ്ടെങ്കിൽ എത്ര? നോർമലി പേരന്റ്സ് നോക്കുമ്പോ എന്ന് പറഞ്ഞാൽ പേരന്റിന്റെ എഫേർട്ടിന് പൈസ കണക്കാക്കുന്നില്ലല്ലോ. അതാണ് പ്രശ്നം. അത് ഇല്ലാത്ത പേരന്റ്സ് സിറ്റുവേഷൻ എക്സ്റ്റേണൽ പാർട്ടികൾ നോക്കുന്നതിന്റെ ഒരു കോസ്റ്റ് അവിടെ വരും. അതാണ് പ്രശ്നം വരുന്നത്. അതാണ് വലിയൊരു അതാണ് പ്രശ്നം. മറ്റെന്ന് പറഞ്ഞാൽ പേരന്റിന്റെ കോസ്റ്റ് ഇല്ല, അതിന് നമുക്ക് വിലയിടാൻ പറ്റിയല്ല. ഒരു പേരന്റ് ഒരു കൊച്ചിനെ നോക്കുന്നതിന് ഡെയിലി കൂലി. പേരന്റ്സ് ഉള്ള സമയത്ത് ഇവരുടെ എഫേർട്ടിന് ഇവർക്ക് വിലയില്ലാത്തത് കൊണ്ട് തന്നെ ഇവര് വിചാരിക്കും ഈ കുട്ടീനെ നോക്കാൻ ഇതാണ് ചെലവ്. അതാണ് വേറെ നമ്മൾ ഇല്ലാത്ത സിറ്റുവേഷൻ വേറെ 2 പേര് അല്ലെങ്കിൽ 3 പേര് നാളെ വന്ന് നിൽക്കുമ്പം അവര് ചിലപ്പോ എപ്പോഴും നിക്കണമെന്നില്ല. അതെ. അതാണ് ഇതിനകത്ത് സംഭവത്തിലുള്ളൂ. ബേസിക്കലി ഫിനാൻസ് ആണ് അടിസ്ഥാനം. ഓക്കെ, അതിനെ എത്രത്തോളം മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ കൊച്ചിന്റെ കേസ് എടുത്ത് ഇയാൻ വന്നു. ഞാൻ ഏജഡായി. എത്ര വയസ്സുണ്ട്? ഇയാന് 15 വയസ്സ്. ഞാൻ മരിച്ചു പോയതിനു ശേഷം ഞാനിപ്പോ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് പോണ്ടേ? അങ്ങനെ പോകുന്നതിനകത്തല്ലേ അതിനൊരു ഗ്ലോറിഫിക്കേഷൻ ഉള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ഞാൻ ചെയ്ത പോലെങ്കിലും അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും നല്ലല്ലോ പറയാൻ പറ്റുക. ഞാൻ നോക്കിയതിനേക്കാളും ഒരുപടി മേളിലെങ്കിലും നോക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയിലേ നമ്മളാക്കുള്ളൂ. സിബ്ലിങ്സ് നോക്കിയല്ല. അല്ല, ഞാൻ പറയുന്നത് ഞാൻ ആ ഒരു കൺസേൺ ഇല്ല. നോർമൽ സിനാരിയോയില് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ ഇരിക്കും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇയാൻ ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഇളയതങ്ങളായിട്ട് ജനിക്കുമ്പം നമ്മുടെ വീടിന്റെ പുണ്യം ഇവനാണെന്നും ഇവൻ മൂലമാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അഭിവൃദ്ധി ഉണ്ടായതെന്നും എപ്പോഴും പോസിറ്റീവായിട്ടുള്ള സൈന് ഇവൻ മൂലമാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുത്താൽ ഈ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ചേട്ടനെ റെസ്പെക്ട് ചെയ്തു തുടങ്ങും. അല്ലെങ്കിൽ ഈ ചേട്ടൻ ഇങ്ങനെ ചുമച്ച് കിടക്കുമ്പോൾ കിറിയല് സലൈവ എടുക്കാനോ മോഷൻ ക്ലീൻ ചെയ്യാനൊന്നും ഈ പിള്ളേർ 7 അയലക്കത്ത് വരികയില്ല. അതേസമയം മറ്റു രീതി പറഞ്ഞ് ഇവനാള് നമ്മുടെ ഗിഫ്റ്റ്, ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും ഇതൊരു ദൈവമാണെന്നുള്ള രീതി വരെ അങ്ങനെ നമ്മൾ പിള്ളേരിലേക്ക് പറഞ്ഞു കൊടുത്താൽ ഈ പിള്ളേര് ചേട്ടനെ കൊഞ്ചിക്കാൻ വരും, ഉമ്മ കൊടുക്കാൻ വരും, കെട്ടിപ്പിടിച്ച് കൂടെ കിടക്കാൻ വരും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ സിനിമ കാണുവാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് കയറി കിടക്കും, കൈയെടുത്ത് ഒരാൾ കഷത്തി വെക്കും, ഒരാൾ എടുത്ത് ഇങ്ങനെയൊക്കെ വരുമ്പോ അവൻ ഫുള്ളി എൻഗേജ്ഡാ വീട്ടില്. അവനൊരു എന്നാ പറയുന്നത് ഒറ്റപ്പെട്ടെന്നുള്ള പ്രതീതിയില്ല. അതുകൊണ്ട് പുള്ളി ഫുൾ ടൈം ഹാപ്പിയാ, കുഴപ്പമില്ല. അതേസമയം അവര് വലുതാവുന്നു, അവര് കല്യാണം കഴിക്കുന്നു. നമുക്കൊരിക്കലും വരുന്ന ഒരാളെ നമുക്ക് ഇതിനു വേണ്ടി കമ്പൽ ചെയ്യാൻ പറ്റിയാല. അത് എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ പിന്നെ നമുക്ക് വേദന ഉണ്ടായില്ല. ഈ കുഞ്ഞിനെ നമ്മുടെ കാലശേഷം നമ്മൾ ഏബിൾ ഒരു പേരന്റ് ആണെങ്കിൽ അതിനുവേണ്ടി എഫേർട്ട് ഇടുവാണെങ്കിൽ നമ്മളെക്കാളും നല്ല ഒരു ഫെസിലിറ്റിയിൽ അല്ലെങ്കിൽ നമ്മളെക്കാളും നന്നായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊച്ചിനെ കൊടുത്തിട്ടേ നമുക്ക് മാറാവുള്ളൂ. അതാണ് നമ്മൾ ഇനി മുന്നോട്ട് വെക്കേണ്ട ഏറ്റവും വലിയ ആശയം. ഇപ്പൊ മറ്റതെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാരുവാ. ഒരാൾ കുറെ പേര് ഗവൺമെന്റിനെ പരിചയായിരുന്നു, കുറെ പേര് കാലാവസ്ഥനെ പരിചയായിരുന്നു, ഇങ്ങനെ ആയിപ്പോയെന്ന് അങ്ങനെ പഴിചാറേണ്ട കാര്യമില്ല. വന്നതിനെ ഫേസ് ചെയ്യുക. സൊല്യൂഷൻ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. മുട്ടുവിന് തുറക്കപ്പെടുമെന്നല്ല പറയുക ബൈബിളില്. നമ്മൾ അന്വേഷിക്കുക, കണ്ടെത്തും, സംസാരിക്കുക, അപ്പൊ അതിനുള്ള സൊല്യൂഷൻസ് വരും. ഇതാരും അഡ്രസ് ചെയ്യുന്നില്ല, ഇതാരും ചെയ്യാറില്ല. അങ്ങനെയാണ് ഞാൻ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് പറയും. നിങ്ങൾക്ക് സ്പെഷ്യൽ നീഡ് ചൈൽഡ് ഉണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് നിങ്ങളൊരു പ്രൈവറ്റ് ട്രസ്റ്റ് ഉണ്ടാക്കണം. അതെ അതെ അതെ, കമ്പൽസറി ആണ്, വിത്തൗട്ട് എ ഡൗട്ട്. അതിപ്പം ഫണ്ട് ഉണ്ടോ ഇല്ലയോ, പൈസക്കാരനാണോ ആണെങ്കിലും കൂടി ഒരു പ്രൈവറ്റ് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് മെക്കാനിസത്തിൽ കൂടി മാത്രമേ ഈ കുട്ടിയെ ട്രസ്റ്റ് ടേക്ക് കെയർ ചെയ്യൂ. അപ്പൊ അതിനുള്ളൊരു മെക്കാനിസമാണ് അത്. ഡോക്ടർക്ക് അറിയുമായിരുന്നു ഈ ട്രസ്റ്റിനെ കുറിച്ചിട്ട്? അല്ല, ഞാനിപ്പം നമ്മള് റീസെന്റ് ആണ്, ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഡിസ്കഷനിലാണ് ഞാൻ ഇതിനെ കുറിച്ച് അറിഞ്ഞത്. ഇപ്പൊ സാറ് തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. കാരണം ഈ വില്ലുണ്ടെന്നും, വില്ല് നമ്മൾ എഴുതി വെക്കുമെന്നും, അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ട്രസ്റ്റ് ഉണ്ടെന്നും 1-2 പേഴ്സിൽ ഇങ്ങനെ എന്റെ അടുത്ത് വന്നായിരുന്നു ഈ ട്രസ്റ്റ്. പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ച് അത്രയ്ക്ക് ധാരണയില്ലായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഒരു സെന്റർ തുടങ്ങുവാണെങ്കിലും എങ്ങനെയായിരുന്നു എന്നുള്ളതില് ചിന്തയില് അതിനെപ്പറ്റി കുറച്ച് ഒന്നൊരു ബ്രീഫായിട്ട് പറയും. ഇപ്പം ഈ വിഷയം കേൾക്കുന്ന പാരന്റ്സിനായാലും അപ്പൊ നോർമലി നമുക്ക് ശേഷം എന്ത് എന്നത് നോർമലി ചെയ്യുന്നത് നമ്മൾ വില്ല് എഴുതും. സാധാരണ ആൾക്കാർ സക്സഷൻ ഭാഗമായിട്ട് വില്ല് എഴുതും. പക്ഷെ വില്ല് ഒരിക്കലും ഇതിനുള്ള സൊല്യൂഷൻ അല്ല. വില്ല് ഒരിക്കലും ഈ സ്പെഷ്യൽ നീഡ് ചൈൽഡിനുള്ള സൊല്യൂഷൻ അല്ല. അല്ല, വില്ലിൽ എന്താ കോംപ്ലിക്കേഷൻ വരിക? വില്ലിലുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്, നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, നമുക്ക് ഗോൾഡ് ഉണ്ട്, ഇതൊക്കെ നമ്മുടെ അസറ്റുകൾ ഉണ്ട്. നമ്മൾ അത് എഴുതി കൊടുക്കുവാണ്, ആർക്ക് എങ്ങനെ എന്ന് എഴുതി കൊടുക്കുക അല്ലെ. ഇപ്പൊ നമ്മളിപ്പം ഇപ്പം സാറിന് തന്നെ ഇപ്പം ഡോക്ടർക്ക് തന്നെ വന്നിട്ട് 2 മക്കളുണ്ട്. ഡോക്ടറുടെ പ്രോപ്പർട്ടികളിൽ ഇങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇയാനെ നോക്കണം എന്ന് പറയും. ഇയാൻ ഇസ് നോട്ട് എ കോമ്പിറ്റന്റ് പേഴ്സൺ. ഇയാൻ കോൺട്രാക്ടും കാര്യങ്ങളൊന്നും എഴുതാനൊന്നും പറ്റില്ല. അപ്പം ഈ 2 അനിയന്മാർക്കായിരിക്കും ചിലപ്പോൾ എഴുതി കൊടുത്തത്.
അവരോട് പറഞ്ഞിരിക്കുന്നത് ഇയാനെ നോക്കണം എന്നുള്ള ഡ്യൂട്ടി അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ കാശും ഈ പ്രോപ്പർട്ടി കൊടുത്തിട്ട് അവരുടെ ആയല്ലോ, അവര് നോക്കുമെന്നതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. റെഗുലേഷൻസ് ഇല്ല, റൂൾ ഇല്ല, അതിനൊരു നിയമമില്ല. മോറലി എനിക്ക് വിശ്വസിക്കുന്നു അവർ നോക്കും എന്ന് വിശ്വാസമുള്ളൂ. അത്രേ ഉള്ളൂ. അതാണ് ബില്ല്. ബില്ല് എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെയാണ്. അപ്പൊ അതിൽ കൂടി നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് ഇപ്പം ഇയാന്റെ ഒരു ഫോർ എക്സാമ്പിൾ ഡോക്ടർ അതിന് പകരം ഈ പൈസ ഈ കൊടുക്കുന്നത് ഇയാന്റെ കൊടുക്കേണ്ടതാണല്ലോ മറ്റവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഇയാൻ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു പറയണം ഡോക്ടർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് ഡോക്ടർ ഇയാൻ പ്രൈവറ്റ് ട്രസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് അതിൽ ഡോക്ടറും ഡോക്ടറുടെ വൈഫും ഡോക്ടറുടെ മക്കളെയും, അതായത് 2 അനിയന്മാരെയും കൂടി ഇതിന്റെ ട്രസ്റ്റി ആക്കും. അപ്പൊ ട്രസ്റ്റി ആക്കി വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുകയാണ് ഇതിനുള്ള പ്രോപ്പർട്ടിയുടെ ഈ പറഞ്ഞ അസറ്റ് എന്ന് പറഞ്ഞത് ട്രസ്റ്റ് ആണ്, ഇതിന്റെ ട്രസ്റ്റി നിങ്ങളാണ്, ഇയാനെ നോക്കണം. അതാണ് ബെനിഫിഷ്യറി ഇയാൻ മാത്രമേ, വേറെ ആരുമില്ല. ഇതിന്റെ ബെനിഫിഷ്യറി ഇതിൽ നിന്ന് വരുന്ന റെന്റൽ ഇൻകം, ഇൻട്രസ്റ്റ്, ഡിവിഡന്റ് എന്തായാലും അത് ഇയാന് നോക്കണം. ഇയാന്റെ ട്രീറ്റ്മെന്റ്, ഇയാന്റെ റിഹാബിലേഷൻ ട്രീറ്റ്മെന്റ്, ഈ പറഞ്ഞ എന്തൊക്കെയാണോ സപ്പോർട്ട് സർവീസസ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുക്കാനുള്ള നിങ്ങൾ ബില്ല് എഴുതി കൊടുത്തോളൂ. ഇയാനെ നോക്കുന്ന കാര്യം വേറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇയാനെ നോക്കൂല്ലോ എന്ന് ഉറപ്പില്ല. ഇതിന് ട്രസ്റ്റ് ആണ് വർക്ക്. കാരണം ഇതൊരു റെഗുലേറ്റഡ് ബോഡിയാണ്. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882 പ്രകാരം നമ്മളൊരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നു. ഇപ്പൊ ഡോക്ടറാണ് ഇതിന്റെ സെറ്റിലർ, ഇയാനാണ് ഇതിന്റെ ബെനിഫിഷ്യറി, ഡോക്ടറുടെ മക്കളായിരിക്കും ചിലപ്പം ഇതിന്റെ ട്രസ്റ്റീസ്. ഇപ്പൊ മക്കൾ നോക്കൂല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് എക്സ്റ്റേണലി വന്നിട്ട് ഒരു പ്രൊഫഷണൽ കൺസൾട്ടിംഗ് ഫേമിന് ട്രസ്റ്റ് ആയിട്ട് കൊടുക്കും, കോർപ്പറേറ്റ് ട്രസ്റ്റ് ആയിട്ട്. കാരണം മക്കൾ നോക്കുമെന്ന് ഉറപ്പൊന്നുമില്ല അല്ലെ. അങ്ങനത്തെ സമയത്ത് നമുക്ക് വേറൊരു പുറത്തുള്ള ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇയാന്റെ ലൈഫ് ലോങ് നോക്കും എന്നുള്ളതാണ്. അപ്പം നാളെ ഈ ട്രസ്റ്റഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇയാന്റെ ലൈഫാണ്. നാളെ ഇയാന് ശേഷം അതിന്റെ എന്താണോ ട്രസ്റ്റ് സാറിന്റെ ബാക്കിയുള്ള മക്കൾക്ക് പോകും. ഇതാണ് ഈ കോൺസെപ്റ്റിൽ ട്രസ്റ്റ്. നമ്മൾ ഇല്ലെങ്കിലും പാരന്റ്സ് ഇല്ലെങ്കിലും ഈ ട്രസ്റ്റ് വന്നിട്ട് ടേക്ക് കെയർ ചെയ്യും. അതാണ് അതില് ഒരു ഡൗട്ടും ഇല്ല. ഈ ട്രസ്റ്റിന്റെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാനായിട്ട് പുറമേ നിന്ന് ഒരാളെ അപ്പോയിന്റ് ചെയ്യാം. അതായത് ട്രസ്റ്റിന്റെ അകത്ത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കണം. അപ്പൊ ടെക്നിക്കലി ഫോർ എക്സാമ്പിൾ ഇതിനൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ കുട്ടികൾക്ക് ഒരു മാനുവൽ ഉണ്ടാവും അല്ലെ. ഇയാൻ എന്ത് ഫുഡ് ഉണ്ടാവും, ഏത് ഫുഡാണ് അലർജി, ഏത് ഡ്രിങ്ക്സ് ആണ് ഇഷ്ടം, ഏത് സിനിമയാണ് കാണുന്നത്, എന്താണ് ഇറിറ്റേറ്റ് ചെയ്യുന്നത്, എന്ത് ഇറിറ്റേറ്റ് ചെയ്യില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് എത്ര പേർക്ക് അറിയാം വേറൊരാൾക്ക്? നിങ്ങളില്ലെങ്കിൽ പാരന്റ്സ് ഇല്ലെങ്കിൽ വേറെ ഒരാൾക്ക് അറിയില്ല, ടേക്ക് കെയർ ചെയ്യുന്ന ഒരാൾക്ക് അറിയില്ലല്ലോ എന്താണ്. അപ്പൊ ഇതിനെ ഡോക്യുമെന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് ഡീറ്റെയിൽ തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് മാനുവൽ എഴുതാം. ഇങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്, ഇതൊക്കെ ചെലവ്, നമുക്ക് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം, ഇങ്ങനെയാണ് മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കേണ്ടത്, ഇങ്ങനെയാണ് ഇതിന്റെ ക്ലിനിക്കൽ സപ്പോർട്ട് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ ചെലവ് ചെയ്യണം, അതിനൊക്കെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഈ പൈസ എടുത്തിട്ട് ഇവർ ഇത് തന്നെയാണ് വേറെ ഒരു ഈ പൈസ എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിന്റെ ഒബ്ജക്റ്റീവിന് മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അത് കൊണ്ടുപോയിട്ട് എനിക്ക് ട്രസ്റ്റിയുടെ മറ്റുള്ള സിബ്ലിങ്സിന്റെ അവരുടെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ആ ഓഡിറ്റിൽ അത് ഇതുമായിട്ട് അപ്രൂവ്ഡ് ആകാത്ത എക്സ്പെൻസ് ആയിട്ട് മാറും. ഇതിന് ഓഡിറ്റ് മെക്കാനിസം ഒക്കെ ഉണ്ട്. അത് വെച്ച് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു സൊല്യൂഷൻ ആണ്. പക്ഷേ ഒരുപാട് പേർക്ക് അറിയില്ല. കാരണം എല്ലാവരുടെ വിചാരം ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റോ അല്ലെങ്കിൽ പബ്ലിക് ട്രസ്റ്റോ എന്നുള്ളതാണ്. എല്ലാരും ഈ ബില്ല് എഴുതി പോലാണെന്ന് തോന്നുന്നു മെയിൻ ആയിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ബില്ല് ഒരിക്കലും ഇതിന് സൊല്യൂഷൻ അല്ല. അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇത് കുറെ പേർക്ക് അവയർനെസ് വരണം. ഈ ട്രസ്റ്റിനെ കുറിച്ചിട്ട് വലിയ അവയർനെസ് ഇല്ല. പിന്നെ വേറൊരു വലിയൊരു ഡൗട്ട് എല്ലാവർക്കും വരുന്നത് ആരെ ട്രസ്റ്റി ആയിട്ട് വെക്കും. ഇപ്പം നമ്മുടെ ഒരു ക്ലയന്റ് എപ്പോഴും ചോദിക്കുന്ന പറഞ്ഞാൽ ആരെ ട്രസ്റ്റി ആയിട്ട് വെക്കുന്നത് ആൾക്കൊരു ഡൗട്ടാണ്. ആരെ വെക്കണം, ഇപ്പം അനിയന്മാരെ വെക്കണോ അല്ലെ അനിയത്തിനെ വെക്കണോ, നാളെ നേരത്തെ പറയും കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ വേറെ നോക്കുമെന്ന് ഉറപ്പില്ലല്ലോ. ഓക്കെ, അപ്പോ ആ ഒരു സിസ്റ്റത്തിനൊക്കെ ഡൗട്ടാണ് സംശയം. അല്ല അതിപ്പോ ആരായാലും നമുക്കൊരു എക്സ്റ്റേണൽ ബോർഡ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഇല്ല, എക്സ്റ്റേണൽ ബോർഡ് ഉണ്ടെങ്കിൽ ഒരിക്കലും എന്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മളിപ്പോ ഫാമിലിയിൽ ഇപ്പൊ എന്താന്ന് പറഞ്ഞാലും നാളെ പല ആവശ്യങ്ങളും വരും. അപ്പൊ ഈ കൊച്ചിനെയാണല്ലോ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവൻ ഡിമാൻഡ് ചെയ്യുന്നില്ലല്ലോ. ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ നോൺ ഡിമാൻഡിങ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പം അത് വേണ്ട, ഇത് ഒഴിവാക്കാം, അപ്പൊ ഈ ഫണ്ട് എടുത്ത് അങ്ങോട്ട് വിടാം, നാളെ ഇങ്ങോട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനെ റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്റ്റേണൽ ബോഡി പുറത്തുനിന്ന് ഈ ട്രസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ട്രസ്റ്റിന്റെ അകത്ത് മേ ബി ഒരു 5 കോടി വെച്ചു, പറയാണ് ഈ കാശ് ചെലവാക്കി കുട്ടിക്ക് വേണ്ടി ചെലവാക്കാം. നേരത്തെ പറഞ്ഞാൽ ഈ കുട്ടിയൊന്നും ഡിമാൻഡ് എനിക്ക് അത് വേണം അത് വേണം പറയില്ല. പക്ഷെ അതിന്റെ റിക്വയർമെന്റ് നീഡും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ ട്രസ്റ്റിയുടെ ഉത്തരവാദിത്തമാണ്. ഇതിനകത്ത് വേറൊരു കേസ് വരും. ഇപ്പൊ ഇതുപോലത്തെ ഒരു ഫണ്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം വേറെ മക്കളുണ്ടല്ലോ, അപ്പൊ ഈ കൊച്ചിന് വേണ്ടിയിട്ട് ഒരു കാറ് മേടിക്കുന്നു.
എന്ന് പറയുന്നു. അപ്പൊ കാർ ഉപയോഗിക്കുന്നവരായിരിക്കും. അതെ അതെ അതെ. പൈസ പോയത് കൊച്ചിന്റെയാണോ പോയത്? അതെ അതെ. അപ്പം വേറൊരു എക്സ്റ്റേണൽ ഓഡിറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് പറയാം ഇത് കൊച്ചിന് വേണ്ട, ഈ അത്രയും വിലയുള്ള കാർ വേണ്ട, അല്ലെങ്കിൽ ഇന്ന ഫീച്ചറാണ് വേണ്ടത്. അങ്ങനെയൊക്കെ നമുക്ക് അതിനെ റെഗുലേറ്റ്, അല്ലെങ്കിൽ വീട് മേടിക്കുക, സ്ഥലം മേടിക്കുക, പറയുമ്പോൾ എല്ലാം കൊച്ചിന് വേണ്ടിയാന്ന് പറയും. പക്ഷെ യൂസ് ചെയ്യുന്നതും ബെനിഫിറ്റ്. കാരണം ഈ കൊച്ചിന്റെ കൂടെ ട്രാവൽ ചെയ്ത് പാരന്റ്സ് ആണ്. കൊച്ചിന്റെ കൂടെ എത്ര വർഷം ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലെ? 10-40 വർഷം കൊച്ചിന്റെ കൂടെ ട്രാവൽ ചെയ്ത പാരന്റ്സ്, ഫാദർ ആയാലും മദർ ആയാലും. അടുത്ത 10-20 വർഷം ഈ കുട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് ആർക്കാണ് ജഡ്ജ്മെന്റ് ഉള്ളത്? നിങ്ങൾക്ക് മാത്രമേ അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇതിനകത്ത് മെഡിക്കൽ ടീമിനെ ആഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെന്ററുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ, റീഹാബ് ഹോസ്പിറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ ആ കൊച്ചിന്റെ റിക്വയർമെന്റ് മെഡിക്കൽ തന്നെ പറയും. മെഡിക്കലും പറയും ഇവർക്ക് ഇന്നതാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞാൽ പേഴ്സണൽ നീഡുകൾ ഉണ്ട്. ഈ കാർ വാങ്ങണം, ലക്ഷറി ലൈഫ്, അതൊക്കെ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ നിങ്ങളാണ് അത് ഉണ്ടാക്കുന്നത്. യുവർ വിഷ്. അതിന് വേറെ ക്രൈറ്റീരിയ ഒന്നും ഇല്ല. നിങ്ങളാണ്, നിങ്ങളുടെ വിഷാണ്. നിങ്ങളുടെ മകന് കഴിഞ്ഞ 40 വർഷമായിട്ട് എന്താണോ ആവശ്യം അത് തന്നെയാണ് ഇനി അടുത്തൊരു 40 വർഷം വേണ്ടത്. അത് നിങ്ങൾ ഇത് കൃത്യമായിട്ട് അറിയാം. ഈ ടൈപ്പ് ഫുഡ് കൊടുക്കണം, ഇതൊക്കെയാണ് നമ്മൾ അതൊക്കെയാണ് മെഷർമെന്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു വിഷ് അതാണ് മാനുവൽ ആക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളതാണ് അതിന്റെ ഒരു പർപ്പസ്. അതിന് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ബോർഡിനെ ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ തെറ്റിദ്ധാരണകളാണ് ആൾക്കാർക്ക് ഒരു സംശയം. കാരണം ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയില്ല. അതറിയത്തില്ല. ഇങ്ങനെ ഒരു പ്രൈവറ്റ് ട്രസ്റ്റ് മെക്കാനിസം ഉണ്ട് എന്നുള്ള കുട്ടികളെ നോക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ കുറെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ. ഈ മാരേജ് എന്ന് പറയുന്ന സംഭവം, ഇങ്ങനെ ഒരു വയ്യാത്ത കൊച്ചുണ്ടെങ്കിൽ ഒരു നോർമൽ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക, അതാണ് എന്റെ കാലശേഷം ഇനി എന്തെന്നുള്ളതിനൊരു സൊല്യൂഷൻ ഇപ്പോൾ ഉള്ള ആൾക്കാർ കണ്ടുവച്ചിരിക്കുന്നത്. ട്രഡീഷണൽ ഒരു സിസ്റ്റം ആണത്. പക്ഷെ അതൊക്കെ പൊളിച്ചെഴുതേണ്ട സമയങ്ങളായി. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നടക്കുന്നുണ്ട്, അതാ നടക്കുന്നത്. ഇപ്പൊ ഒരു റിച്ച് ആയിട്ടുള്ള ഒരാള് കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് കുറവുള്ളതോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പരിമിതി ഉള്ള ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. അപ്പൊ അവര് പേരൻസ് വിചാരിക്കുന്നത് ഇനി ഞങ്ങളുടെ കാലശേഷം ഇനി ആള് ഇവരെ നോക്കിക്കോളും. മാരേജ് വഴിയാണ് അത് ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഒരു പിന്നെ അത് ഡിവോഴ്സിൽ പോയി അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയും എല്ലാം കൊണ്ടുപോകും. പിന്നെ കേസായി. ഇനി അത് വർഷങ്ങളോളം നടക്കും. പിന്നെ ഈ പ്രശ്നവും ഓൾറെഡി കൊച്ചിന്റെ പ്രശ്നമുണ്ട്, അതിന് പുറമേ നിന്നുള്ള പ്രശ്നങ്ങളും ഈ പേരൻസ്. ഡോക്ടർ ഒരു സിറ്റുവേഷൻ പറഞ്ഞായിരുന്നു. ഒരു ഫാമിലിയില് അവര് വില്ല് എഴുതിയില്ല, വില്ലൊന്നും എഴുതിയിട്ടില്ല. ഫാദർ പെട്ടെന്ന് മരിച്ചുപോയി. അമ്മയുണ്ട്, മക്കള് 2 പേരാണ്. അതിൽ ഒരാള് സ്പെഷ്യൽ നീഡ് ചൈൽഡാണ്. അപ്പൊ ഇവർക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്തായിരുന്നു ആ സിറ്റുവേഷൻ? അതെന്ന് പറഞ്ഞാല് അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട്, മോനുണ്ട്, വേറെ ഒരു മോനും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. 2 മക്കളാന്ന് തോന്നുന്നു. അപ്പൊ ഇവർക്ക് ഈ സ്ഥലമാണ് 8-10 സെന്റ് സ്ഥലമുള്ളൂ. അപ്പൊ അത് ടൗണിലുള്ള സ്ഥലം. അപ്പൊ ഈ സ്ഥലം വിറ്റിട്ട് വേണം ഈ കൊച്ചിനെ എവിടെയെങ്കിലും റീഹാബ് ഫെസിലിറ്റിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് വിൽക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അത് ജില്ലാ കളക്ടറുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. കാരണം ആളാണല്ലോ ഗാർഡിയൻ. അച്ഛൻ എഴുതാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അതൊരിക്കലും നടക്കില്ല. പ്രോപ്പർട്ടി അപ്രൂവ് കളക്ടർ കൂടിയില്ല. കാരണം കളക്ടർക്ക് അത്രയ്ക്കും ഉറപ്പ് കിട്ടണം. ഈ സ്വത്ത് വിറ്റാല് ഇതിന്റെ ഒരു പോർഷൻ കൊച്ചിന്റെ പുനർജീവനത്തിന് വേണ്ടി പോകുന്നുള്ള ഉറപ്പ് കിട്ടണം. പക്ഷെ അങ്ങനെ ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഫെസിലിറ്റി നമ്മുടെ നാട്ടിലില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് സംഭവം. അറ്റ്ലീസ്റ്റ് ഒരു ഗാർഡിയൻ എന്നത് നമ്മൾ എഴുതി വെക്കാം. ഫാദറിന് അതും ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ മൈനർ കുട്ടികളായാലും ശരി, സുഖമില്ലാത്ത കുട്ടികളായാലും നമുക്ക് ശേഷം ആര് എന്നത് ഒരു ലെറ്റർ ഓഫ് ഗാർഡിയൻ എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അല്ലെ പെട്ടെന്നുള്ള എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് പിന്നെ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇരിക്കും. നമുക്ക് ഇനി എന്റെ പ്രൊജക്റ്റുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനേ ഉറപ്പായിട്ടും ഞാൻ അങ്ങനെയാണ് എനിക്ക് ഡോക്ടറുമായിട്ടുള്ള ഇൻട്രസ്റ്റ്. ഈ കുട്ടികളെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഒരുപാട് താങ്ക് യു സോ മച്ച് വന്നിട്ട് ഡോക്ടർ ഷെയർ ചെയ്തത്. താങ്ക് യു സോ മച്ച്. എനിക്കും ഒരു വലിയ അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. കാരണം കേൾക്കാൻ ഒരാളുണ്ടെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ എനിക്ക് ഈ വിഷയത്തിന് വളരെ ഇമോഷണലി സംസാരിക്കുന്ന ആളാണ്. ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. അപ്പൊ ഈ വിഷയം ഇങ്ങനെ ഒരുപാട് ആൾക്കാരും എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ ഒന്ന് ഒരു ഫാദറാണ്, പിന്നെ ഒരു ഡോക്ടറാണ്. ഇത് പ്രോപ്പർലി പ്രൊഫഷണലി നടത്തുന്ന ഒരു കൺസൾട്ടന്റുമാണ്. അപ്പം യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ടു സേ ദിസ് തിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.